إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس أوصيكم وإياي أولا بتقوى الله. പ്രിയമുള്ള വിശ്വാസിനികളെ, സൃഷ്ടാവായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് മരണത്തിന് മുൻപേ നമ്മൾ നിർബന്ധമായും അറിയേണ്ടുന്ന വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളെ അല്ലാഹു ഇബാദി, എൻ്റെ അടിമകൾ എന്ന അഭിസംബോധനയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് അല്ലാഹു നമ്മുടെ ഏറ്റവും അടുത്തു തന്നെയുണ്ട് എന്നതാണ്. രണ്ടാമത് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമസ്കാരം മുറ പോലെ നിർവഹിക്കണം എന്നതാണ്. മൂന്നാമത് അല്ലാഹു പഠിപ്പിച്ചത് അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, നാലാമതായി അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായൊരു വിഷയം, പിശാച് ഒരു പരീക്ഷണമായി ഈ ദുനിയാവിലുണ്ട്, അവനെ സൂക്ഷിക്കണം എന്നതാണ്. മനുഷ്യ കുലത്തിൻ്റെ തുടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ
സുജൂദ് ചെയ്യാനുള്ള കൽപ്പന അന്ന് സ്വർഗത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് അടക്കമുള്ള മലക്കുകളോടടക്കം അള്ളാഹു പറയുകയാണ്. അള്ളാഹു ആ രംഗം വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അള്ളാഹു പറയാണ്, വൈദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അള്ളാഹു പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എല്ലാ മലക്കുകളോടും ഞാൻ കൽപ്പിക്കുകയുണ്ടായി. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ആ സമയത്ത് ഇബ്ലീസ് അല്ലാത്ത എല്ലാവരും സുജൂദ് ചെയ്യുകയാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, ആ സമയത്ത് അവൻ അഹങ്കാരത്തോടുകൂടി വിസമ്മതിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ്. അത് മുഖേന വകാന മിനൽ കാഫിരീൻ, കാഫിറുകളുടെ നിഷേധികളുടെ കൂട്ടത്തിൽ പിശാച് പെട്ടുപോവുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പെട്ടുപോവുകയാണ്. അള്ളാഹു കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും വഞ്ചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചതും അത് പ്രേരണ നൽകിയതും പിശാച് തന്നെയാണ്, ഇബ്ലീസ് തന്നെയാണ്. ആ ചരിത്രം നമുക്കറിയാം. ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുകയാണ്, നീയും നിന്റെ ഭാര്യ, നീയും അതുപോലെ തന്നെ ഹവ്വയും ഈ സ്വർഗത്തിൽ താമസിക്കുക. അള്ളാഹു പറഞ്ഞു, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുക്, ആദമേ നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ താമസിക്കുക. പക്ഷേ എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം, പക്ഷേ ഈ കാണുന്ന വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. അങ്ങനെ അവർ ജീവിക്കുമ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഇബ്ലീസ് കടന്നു വരുന്നതും അവരെ വഞ്ചിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആ ഭക്ഷണം, ആ കായ്ക്കനെ കഴിച്ചാലേ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്നും ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അങ്ങനെ അള്ളാഹു അവിടെ നിന്ന് അവരെ പുറത്താക്കുന്നുണ്ട്. അവർ കഴിച്ച് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് കുൽനഹ്ബിതു എന്നാണ്, നിങ്ങളെല്ലാവരും പുറത്തു പോകണമെന്നാണ്. അറബി അറിയുന്ന ആളുകൾക്കറിയാം, കുൽനഹ്ബിതു എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ആളുകൾ ഉണ്ടെങ്കിലാണ് ഇഹ്ബിതു എന്ന പ്രയോഗം നടത്തുക. എന്തുകൊണ്ടാണ് ഇഹ്ബിതു എന്ന് പറഞ്ഞത്? ആദം നബിയെയും ഹവ്വാ ബീവിയെയും മാത്രമല്ല പുറത്താക്കുന്നത്, മറിച്ച് പറഞ്ഞേക്കുന്ന കൂട്ടത്തിൽ കൂടാരുണ്ട്? ഇബ്ലീസുണ്ട്. ആ ഇബ്ലീസ് വെറുതെ പോകുന്നതല്ല. അവിടുന്ന് പോരുന്ന സമയത്ത് അള്ളാഹുവിനോട് ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യത്തെ അള്ളാഹു ആ ഇബ്ലീസിന് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ആവശ്യം? സൂറത്ത് ഹിജ്റിന്റെ 36-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബഅസൂൻ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം എനിക്ക് നീ തരണേ റബ്ബേ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് നീ ആയുസ് നൽകണമെന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് ആവശ്യം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള ആവശ്യം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ജിന്നുകളെ സംബന്ധിച്ച് മനുഷ്യരെ പോലെ തന്നെ അവരെന്താണ്, ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, അതേപോലെ തന്നെ മുസ്ലിമുണ്ട്, കാഫിറുണ്ട്, എല്ലാം ഉണ്ട്. അവർക്കിടയിൽ കബീലകളുണ്ട്, ജുനൂദുകളുണ്ട്, ഹിസ്ബുകളുണ്ട്, ഗോത്രങ്ങളും അതേപോലെ തന്നെ വർഗങ്ങളൊക്കെ അവർക്കിടയിലുണ്ട്. ആ ജിന്ന വർഗത്തിലെ ഒരാളുടെ പേര് മാത്രമാണ് ഇബ്ലീസ് എന്നത്. ആ ഇബ്ലീസ് ജിന്ന് വർഗത്തിലെ ഒരാൾ മാത്രമാണ്. അള്ളാഹ് പറയുന്നത് അങ്ങനെയാണ്, ഇല്ല ഇബ്ലീസ് കാന മിനൽ ജിന്ന് എന്നാണ്. ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നതാണ്. അവന് ജനിക്കുന്ന മക്കളെ ഖുർആൻ ദുർരിയത്ത് എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അവന്റെ പട്ടാളത്തെയാണ് ജുനൂദ് എന്ന് പറഞ്ഞത്. അവന്റെ കക്ഷികളെയാണ് ഹിസ്ബു ഷയാത്തീൻ, ഹിസ്ബു ഷൈത്വാൻ എന്നൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, അവന് പ്രായമാകുന്നില്ല. അവന് അള്ളാഹു ആയുസ്സും ആരോഗ്യവും ശക്തിയും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് കേവലം വർഷങ്ങളിലേക്ക് മാത്രമല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അവൻ ആ സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആ പിശാച് അള്ളാഹുവിനോട് നടത്തിയ പ്രഖ്യാപനം എന്താണ്? നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂമി ലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. നീ എന്നെ വഴികേടിലാക്കിയല്ലോ, അതുകൊണ്ട് മനുഷ്യർക്ക് ഞാൻ അവർ ചെയ്യുന്ന തെറ്റുകളെ
നല്ലതാക്കി കാണിച്ചു കൊടുക്കും, നല്ല ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുക്കും. വലൗഗവിയന്നഹും അജ്മഈൻ, അങ്ങനെ എല്ലാവരെയും ഞാൻ വഴികേടിലാക്കും, എല്ലാവരെയും ഞാൻ വലാലത്തിലാക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു ഇബ്ലീസിനോട് തിരിച്ചു പറഞ്ഞ വാചകം, അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം നോക്കണേ. ഇന്ന ഇബാദി, തീർച്ചയായും എൻ്റെ അടിമകൾ, നോക്കൂ നിങ്ങൾ, ഇബാദി ആ പ്രയോഗമാണ്, എൻ്റെ അടിമകൾ. ലൈസ ലക അലൈഹിം സുൽത്താൻ, ഇബ്ലീസേ എൻ്റെ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവും ഇല്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, നിന്നെ പിൻപറ്റിയ ദുർഭാഗ്യങ്ങളുടെ മേലിലല്ലാതെ നിനക്കൊരു ആധിപത്യവുമില്ല എന്ന് ഇബ്ലീസിനോട് അല്ലാഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾ, അവർക്കല്ല അവരുടെ മേൽ ഇബ്ലീസിന് ആധിപത്യം ഉണ്ടാവും. ഒരു നിലക്കും മാറാൻ തയ്യാറില്ലാത്ത ആളുകൾ, അവരുടെ മേൽ ഇബ്ലീസിന് ആധിപത്യമുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ജീവിക്കുന്നു, ഇന്നത്തതുപോലെ തന്നെ നാളെയും ജീവിക്കുന്നു. ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റമല്ല, ഒരു നന്മയും അധികമായി ചെയ്യുന്നില്ല. നന്മയുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും അധികമായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ മേലിൽ ഇബ്ലീസിന് ആധിപത്യമുണ്ട് എന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. പിശാചിന് അല്ലാഹു ഒരു പരീക്ഷണമായി ഈ ദുനിയാവിൽ വെച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ അല്ലാഹു പല ആവർത്തി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവായിട്ടാണ് ഈ ദുനിയാവിൽ ഞാൻ വെച്ചത്, അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വ, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണമെന്ന് അള്ളാഹു അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ശൈത്വാൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ 70 തവണയാണ് അള്ളാഹു നടത്തിയത്. ശൈത്വാൻ എന്ന പ്രയോഗം 70 തവണ. ശയാത്തീൻ, പിശാചുക്കൾ എന്ന പ്രയോഗം 18 തവണ നടത്തിയിട്ടുണ്ട്. ഇബ്ലീസ് എന്ന പ്രയോഗം 11 തവണയും അള്ളാഹു നടത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഓർമ്മപ്പെടുത്തിയത്, ഇത്രയൊക്കെ പറഞ്ഞു തന്നത് പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മളെ വഴികേടിലാക്കും, അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ്, നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. അതുകൊണ്ട് ആ ഓർമ്മയാണ് എപ്പോഴും നമുക്കുണ്ടാവേണ്ടത്. ഖുർആനിൻ്റെ അറിവിനെ രണ്ടായി നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഖുർആനിൻ്റെ ഇൽമ് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തത് മഅരിഫത്തുള്ളാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. അത് നമുക്കറിയാം, അള്ളാഹു ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അറിവ് എന്ന് പറഞ്ഞാൽ പിശാചിനെ തിരിച്ചറിയലാണ്. ആ തിരിച്ചറിവ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗം നമുക്ക് നഷ്ടമാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വാഹനത്തിനൊരു കേട് സംഭവിച്ചാൽ, ചെറിയൊരു കേട് സംഭവിച്ചു, നമ്മളെന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് അത് പോയിട്ട് ശരിയാക്കും. കാരണം എന്താണ്? അത് പിന്നെ വെച്ചാൽ അതൊരു വലിയ കേടായിട്ട്, വലിയൊരു അപകടമായിട്ട് അത് മാറും. ചെറിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് കാണിക്കും. എന്തിനാണ്? അത് കാണിച്ചിട്ടില്ലെങ്കിൽ മാരകമായ മറ്റ് അസുഖങ്ങളായിട്ടത് മാറും. ആ പേടിയുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഏത് നിത്യോപയോഗ വസ്തുക്കൾ നിങ്ങൾ പരിശോധിച്ചോളയും, ചെറിയ കേട് വരുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മളത് മാറ്റിയെടുക്കും, അല്ലെങ്കിൽ അത് ശരിയാക്കും. വീടിനാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുക. ഇതുപോലെ തന്നെയാണ് പിശാചും ചെയ്യുക. ചെറിയ ചെറിയ തെറ്റുകൾ ഇങ്ങനെ കാണുമ്പോഴല്ലേ നമ്മളതിനെ നിസ്സാരാക്കി വിടും. ചില സമയത്ത് അതിപ്പോൾ ഒരു ചെറിയ തെറ്റല്ലേ, ഒരു തെറിയല്ലേ വിളിച്ചോളൂ, ഞാനൊന്ന് പരിഹസിച്ചല്ലേ ഉള്ളൂ. ഇങ്ങനെ നിസ്സാരമായിട്ട് ചില തെറ്റുകളെ കാണും പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിസ്സാരമായി തോന്നിച്ച് അങ്ങനെ ചെറിയ തെറ്റുകൾ ചെയ്ത് 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 അവന് വലിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുകളോട് മനുഷ്യർ 2 രൂപത്തിലാണ് സമീപിക്കുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തതൊരു മുഅ്മിനിന്റെ സമീപനമാണ്, രണ്ടാമത്തതൊരു ഫാജിറിന്റെ സമീപനമാണ്. മുഅ്മിനിന്റെ സമീപനം എങ്ങനെയായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു മുഅ്മിൻ ഒരു തെറ്റിനെ പേടിക്കുന്നത്, ഒരു പാപത്തെ പേടിക്കുന്നത് ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നവനെ പോലെ പേടിക്കുമെന്നാണ്. എന്താണ് ആ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നവന്റെ പേടി? ഈ പർവ്വതം എൻ്റെ മുകളിലൂടെ വന്ന് വീഴുമോ? ഈ പേടിയോടുകൂടി ഒരു വിശ്വാസി ഒരു തെറ്റിനെ നോക്കിക്കാണുന്നതാണ്. എന്നാൽ വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. എന്നാൽ ഒരു ഫാജിറായ മനുഷ്യൻ, ഒരു തമ്മാടിയായ ഒരു മനുഷ്യൻ ഒരു തെറ്റിനെ നോക്കിക്കാണുന്നത് അവൻ്റെ മൂക്കത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ്. അത്ര നിസ്സാരമായിട്ട് എന്ത് ചെയ്യും? അവൻ ആ തെറ്റിനെ നോക്കിക്കാണും എന്നതാണ്. ഇതിൽ തെറ്റുകളോട് നമ്മുടെ സമീപനം എന്താ നോക്കി?
ഓരോ തെറ്റിനോടും നമ്മുടെ സമീപനം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഏതിലാണ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാച് അങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിക്കുക. ഇങ്ങനെ ഇത് തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അതൊരു ചെറിയ തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വശീകരിക്കുക. ഏത് തെറ്റെടുത്ത് നോക്കിയാൽ നോക്കൂ നിങ്ങൾ, വയസുദ്ധക്കും ദിക്രില്ലാഹി വഅനി സ്വലാ, നമസ്കാരത്തിൽ നിന്ന് ദിക്റുകളിൽ നിന്ന് അവൻ നമ്മളെ തടയും. അതുകൊണ്ടാണ് മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്, മുഅ്മിനുകളെ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ നിങ്ങളെ തെറ്റുകളിൽ നിന്ന് തടയാൻ പാടില്ല എന്നാണ്. അങ്ങനെ തടഞ്ഞാൽ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റുകളോട് നമുക്കെപ്പോഴും അതൊരു വലിയ തെറ്റാണ്, അല്ലെങ്കിൽ അതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്ന ഒരു മനസ്സ്, അതിന് മാത്രമുള്ളൊരു ഈമാൻ നമുക്ക് ഉണ്ടാകണം എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമായി ജീവിക്കാൻ ശരിക്കും നമുക്കൊരു തടസ്സമല്ല. കാരണം അള്ളാഹുവിനോട് നമ്മൾ വാക്ക് കൊടുത്തിട്ടാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ തെറ്റുകളോട് നമ്മുടെ സമീപനം എന്താണ്? ടൂർ പോകുന്ന സമയത്ത് നമസ്കാരത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമ്മുടെ മക്കളൊക്കെ നമ്മൾ ടൂർ പറഞ്ഞേക്കലുണ്ട്. എന്താണ് നമസ്കാരത്തോട് നമ്മുടെ സമീപനം? സ്കൂളിൽ നിന്നാണ് ടൂർ പോണതെങ്കിൽ അന്നത്തെ സുബഹി കിട്ടിയാലായി. സുബഹിൻ്റെ മുമ്പാണ് പോണതെങ്കിൽ ഒരൊറ്റ വക്ത് പോലും മക്കൾ നിസ്കരിക്കൂല. ആലോചിച്ച് നോക്കിയേ. അവരെ നമ്മൾ പഠിപ്പിക്കണം. അവിടെ പിശാചിൻ്റെ ഇടപെടലാണ്. അവരോട് പറയണം, ഒരു 5 മിനിറ്റ് മാറി നിന്ന്, ഭക്ഷണത്തിൻ്റെ സമയത്തൊന്ന് മാറി നിന്നിട്ട് ജംഉം ഖസ്റുമായി നിസ്കരിക്കാൻ നീ തയ്യാറാകണമെന്ന് മക്കളെ നമ്മൾ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. അതുമാത്രമല്ല, കല്യാണ വീടുകളിൽ അവസ്ഥ എന്താണ് എത്ര പേരാണ് നിസ്കരിക്കുന്നത്? വളരെ അപൂർവം ചില ആളുകൾ. അതന്നെ നിസ്കരിക്കുന്നവരിൽ 99% ആളുകളും പ്രായമേറെ ആയ ആളുകളാണ്. യുവാക്കൾക്ക്, അതേപോലെ തന്നെ യുവതികൾക്ക്, കൗമാരക്കാർക്ക് നമസ്കാരത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല. നമസ്കാരത്തെ ഗൗരവത്തോടു കൂടി കാണാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാകുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണം, നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയുമോ? എന്നാലോചിച്ച് നോക്കിയേ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഉറപ്പ് തരാം, വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമേ മുഴുവൻ പ്രാർത്ഥനകൾ അറിയുള്ളൂ. വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രം. അതുകൊണ്ട് എവിടെയാണ് നമ്മുടെ മക്കൾ ഉള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിക്കണം. വസ്ത്രധാരണത്തിൻ്റെ വിഷയം, തെറ്റുകളുള്ള നമ്മുടെ സമീപനമാണ്. ഓരോ തെറ്റിനോടും വസ്ത്രധാരണത്തോട് നമ്മുടെ മക്കളുടെ സമീപനം എന്താണെന്ന് ആലോചിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? പുരുഷന്മാർ ധരിക്കുന്ന ജീൻസും ഷർട്ടും ഇട്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ ഒരു മടിയുമില്ലാത്ത ഒരു പുതുതലമുറ പ്രിയപ്പെട്ടവരെ ജീവിച്ചു വരുന്നുണ്ട്. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? നമ്മൾ എടുത്തു കൊടുത്ത വസ്ത്രമല്ലാതെ ഏതെങ്കിലും ഒരു വസ്ത്രം നമ്മുടെ മക്കൾ ഇടുന്നുണ്ടോ? നമ്മൾ അത് എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു നമ്മളെ പിടിച്ചു നിർത്തും. ആ മക്കൾ നമ്മളെ പറ്റി പറയും, അല്ലാഹുവേ, എൻ്റെ ഉമ്മയും ഉപ്പയുമാണ് എനിക്ക് ഈ വസ്ത്രം എടുത്തു തന്നത്, ഒരിക്കൽ പോലും അവരെന്നെ തിരുത്തിയിട്ടില്ല, അതുകൊണ്ട് അവരെ ഞാനൊന്ന് ചവിട്ടി ഒരൽപ്പം ആശ്വാസം നേടട്ടെ എന്ന് നമ്മുടെ മക്കൾ, നമ്മൾ ജീവനക്കാരേറെ സ്നേഹിച്ച മക്കൾ നമ്മളെ ചൂണ്ടി പറയുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശ്രമിച്ചേ പറ്റൂ, ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ മക്കളെ നമ്മളല്ലാതെ മറ്റൊരാളും തിരുത്താനില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. ആരെയാണ് നമ്മൾ കുറ്റം പറയുക? ഓരോ തെറ്റുകളോടും അല്ലേ? കല്യാണ സദസ്സുകളിൽ പോകുമ്പോൾ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? സ്വന്തം ഔറത്ത് മറ്റൊരാളുടെ മുമ്പിൽ കാണുന്നത് ഒരു വിഷയമേ അല്ലാത്തൊരവസ്ഥ. ആരോടാണ് നമ്മൾ പറയുക? നമ്മളല്ലാതെ ആര് തിരുത്തും അവരെ? അന്യ പുരുഷന്മാരുമായി പ്രിയപ്പെട്ടവരെ ഹലാലല്ലാത്ത തരത്തിലുള്ള ബന്ധം, പ്രണയങ്ങൾ പെരുകുന്നു. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അവർ ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും ഒരു പരിചയമില്ലാത്ത ആൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവരുമായി കറങ്ങാൻ പോകുന്ന, അവരുമായി സ്വന്തം ഫോട്ടോകൾ പങ്കുവെക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടകങ്ങളിലുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നതാണ് സത്യം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിൻ്റെ ഒക്കെ പാപഭാരത്തിൻ്റെ ഒരു ഓഹരി ഉമ്മ ഉപ്പ എന്ന നിലക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും.
ഏറ്റെടുക്കേണ്ടി വരും. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർ ആ രൂപത്തിലായി മാറിയത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തിൻ, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. പിന്നീട് അവരെ വഴിതെറ്റിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എവിടെയാണ് നമ്മൾ മറവ് ചെയ്യുക? കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയില്ല. ആരുടെ മുമ്പിലും നമുക്കത് മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ പറ്റൂ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുമാത്രമല്ലല്ലോ, പലിശയുമായി നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതൊരു പ്രശ്നമല്ലല്ലോ. പലിശക്കെടുക്കുന്നു വീട് വെക്കുന്നു, പലിശക്കെടുക്കുന്നു വാഹനം വാങ്ങുന്നു, പലിശക്കെടുക്കുന്നു പഠിപ്പിക്കുന്നു. എന്താണ് 7 വൻപാപങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്താണോ? ഇജ്തനിബുൽ കബായിർ എന്നാണ്. 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ, ശ്രദ്ധിക്കണം നിങ്ങൾ. സ്വഹാബത്ത് ചോദിച്ചു, വമാഹുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ 7 വൻപാപങ്ങൾ ഏതൊക്കെയാണ്? റസൂൽ എണ്ണി പറഞ്ഞപ്പേ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അർരിബാ എന്നാണ്. അർരിബാ, പലിശ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പലിശയുമായി ബന്ധപ്പെട്ടവരെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപത്തിന് ഇരയായവരാണ്. തീരുന്നില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ലഹരി ഉപയോഗിക്കാത്ത മക്കൾ വളരെ കുറവാണ്. അത് ഒരുപക്ഷെ ഒരു മിഠായിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറിന്റെ രൂപത്തിലായിരിക്കാം, പല രൂപത്തിലാണ്. അത് വിക്സ് തേച്ചിട്ട് ലഹരി ആസ്വദിക്കുന്ന ആളുകളുണ്ട്. വിക്സ് ഇങ്ങനെ തേച്ചിട്ട് വെള്ളം തെളിച്ചിട്ട് ഫാൻ്റെ ചോട്ടിൽ വന്നിരിക്കും. എന്തിനാണ്? അതൊരു സുഖമാണ്, അതിൽ ആനന്ദം കണ്ടെത്തുക. ഇങ്ങനെ ചെറുത് മുതൽ പ്രിയപ്പെട്ടവരെ മാരകമായ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വിചാരിക്കും 4ാം ക്ലാസ്സിലല്ലേ, 5ാം ക്ലാസ്സിലല്ലേ, 6ാം ക്ലാസ്സിലല്ലേ, എൻ്റെ കുട്ടി അതിലൊന്നും ചെന്ന് ചാടൂല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അവരെ വിശ്വസിക്കണ്ട എന്നല്ല, വിശ്വസിക്കണം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഒരശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ പ്രിയപ്പെട്ടവരെ ഖേദിക്കേണ്ടി വരും. കാരണം പിശാച് അവൻ നമ്മുടെ രക്തം ഓടുന്നിടത്തെല്ലാം അവന് സ്വാധീനമുണ്ടെന്ന് പഠിപ്പിച്ചതാരാണ്? ലോക ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയപ്പെട്ടവരെ, ആ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അവനെടുത്ത വലിയ ഒരു ശബ്ദമാണ് വലൗഗവിയന്നഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്, എല്ലാവരെയും ഞാൻ വഴികേടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ആ പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവാൻ കാരണമായ വലിയ 2 തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നമ്മൾ പഠിക്കണം. ഖുർആൻ പറയുന്നുണ്ട്, അബാവസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അല്ലാഹുവിന്റെ കൽപ്പനകളോട് അവൻ മുഖം തിരിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം നടിച്ചു എന്നതാണ്. നമ്മളിത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്നത് നരകമാണ്, എന്ന ചിന്ത നമുക്കുണ്ടാവണം, അല്ലേ? ഒന്നാമത് അള്ളാഹിന്റെ കൽപ്പനകളോട് നമ്മൾ മുഖം തിരിക്കുന്നുണ്ടോ, വിസമ്മതിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ തെറ്റുകളോടൊക്കെ നമ്മുടെ സമീപനം എന്ത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിസ്കാര നന്മകൾ പറയുമ്പോൾ ആ നന്മകളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അതല്ല മാറ്റി നിർത്തുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെ അള്ളാഹിന്റെ കൽപ്പനകളോട് നമ്മൾ മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അർത്ഥം. രണ്ടാമത്തത് വസ്തക്ബറ, അവൻ കിബ്ർ നടിച്ചു, അഹങ്കാരം നടിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണോ? ഒരു അണുവളവ് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ കടുക് ടിന്നിലുള്ള കടുകിലെ ഏറ്റവും നിസ്സാരമായ കടുക്, ആ കടുകിന്റെ തൂക്കത്തോളം ഒരാളുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വിനയമായിരിക്കണം നമ്മുടെ മുഖമുദ്ര. ആ വിനയത്തെ മുഖമുദ്രയായി നമ്മൾ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പറ്റി പഠിപ്പിച്ചപ്പോൾ അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞെന്താണെന്നറിയോ? അവർ വിനയമുള്ളവരാണ് എന്നതാണ്. അള്ളാഹു പറഞ്ഞു തുടങ്ങുകയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, പരമകാരുണ്യവാന്റെ അടിയാന്മാർ അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്.
അങ്ങനെ വിനയം കാണിക്കുന്ന ആളുകൾ അവരെ അല്ലാഹു ഉയർത്തുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവാലഅ റഫഅഹുല്ലാഹ്, ആരാണോ വിനയം കാണിക്കുന്നത് അവരെ അല്ലാഹു ഉയർത്തുന്നതാണ്. വമൻ തകബ്ബറ വലഅഹുല്ലാഹ്, ആരാണോ അഹങ്കാരം നടിക്കുന്നത് അവനെ അല്ലാഹു താഴ്ത്തുന്നതാണ്. അല്ലാഹു അവനെ അധമനാക്കി തീർക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തും വിനയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജ് പരിശോധിച്ച് നോക്കി, വളരെ സുപ്രധാനമായ ഇബാദത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിനയം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം വിനയം ഉണ്ടാവലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹജ്ജിന് പോണ ഒരു മനുഷ്യൻ എന്ത് വെച്ചിട്ട് അഹങ്കരിക്കും? എല്ലാവരും ഒരേ വസ്ത്രം, ഒരേ മുദ്രാവാക്യം, ഒരേ മണ്ണിൽ ഒരേപോലെ നടക്കുകയാണ്. അഹങ്കരിക്കാൻ എന്ത് വകുപ്പുണ്ട്? ഇല്ലല്ലോ. നിസ്കരിക്കണം. ഒരു മനുഷ്യൻ, ഏത് രാജാവാണെങ്കിലും ഹജ്ജിന് പോകുമ്പോൾ കിരീടം ഊരിക്കണം അല്ലേ? നിസ്കരിക്കുമ്പോഴാണെങ്കിൽ ഏത് രാജാവാണെങ്കിലും ശരി, അവൻ്റെ ശരീരത്തിലെ 7 അവയവങ്ങൾ അവൻ നിലത്ത് പതിപ്പിച്ചേ പറ്റൂ. അത് പണക്കാരനാണെങ്കിലും ശരി, പണിക്കാരനാണെങ്കിലും ശരി, 7 അവയവങ്ങൾ നിലത്ത് വെച്ചിട്ടാണോ അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. നോമ്പ് പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ഒരളവില്ലല്ലോ. രോഗമോ അല്ലെങ്കിൽ യാത്ര ഉണ്ടെങ്കിൽ ഇളവുണ്ട് എന്നല്ലാതെ തനിക്കുള്ള ആ അധികാരത്തിൻ്റെ പേരിൽ അല്ലാഹു എന്ത് ചെയ്യണില്ല, ഒരാൾക്കും അങ്ങനെ ഒരളവ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വിനയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തായോ, എനിക്ക് അല്ലാഹു നൽകിയ വഹീ തന്നെ എന്താണ്? ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, തീർച്ചയായും അല്ലാഹു എനിക്ക് വഹീ നൽകി. അൻ തവാലഉ, എന്താണ്? വിനയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വഹീ നൽകിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അങ്ങനെ നടന്നു. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പ്രവാചകനെ പരിചയമില്ലാത്ത ഒരാൾ കണ്ടാൽ പ്രവാചകന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. കാരണം എന്താ? പ്രവാചകൻ അങ്ങനെ പ്രത്യേകം വസ്ത്രം ധരിച്ചിട്ടില്ല, പ്രത്യേക രൂപത്തിലുള്ള നടത്തണ്ടായിട്ടില്ല, പ്രത്യേകമായ പദവികൾ നൽകിയിട്ടില്ല, ആളുകൾ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. റസൂൽ പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്നെ പറ്റി പുകഴ്ത്തുകയാണെങ്കിൽ പരമാവധി പറയാൻ പറ്റുന്നതാണ് അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയാണ്, വറസൂലുഹു, ആ അള്ളാഹുവിൻ്റെ റസൂലാണ്. അത്രേ പരമാവധി പറയാൻ പറ്റുള്ളൂ എന്നാണ്. അത്രമേൽ വിനയം കാണിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറിയാൽ നമുക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളുണ്ട്. അതിലൊന്ന് അവൻ ഈമാനുള്ളവനാണ് എന്നതാണ്. അക്മുലുൽ മുഅ്മിനീന ഈമാനഹും അഹ്സനുഹും ഖുലുഖ എന്നാണ്. ഏറ്റവും പരിപൂർണമായ ഈമാനുള്ള വിശ്വാസി അവനാരാണ്? സൽ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. രണ്ടാമത്, പ്രവാചകനോട് ഏറ്റവും അടുത്ത പദവിയിലെത്താൻ കഴിയും സൽസ്വഭാവമുള്ളൊരു മനുഷ്യന്. മൂന്നാമത്, നാളെ ഖിയാമത്ത് നാളിൽ നമ്മുടെ നന്മകൾ തൂക്കി നോക്കുമ്പോൾ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുക സൽസ്വഭാവമാണ് എന്ന് പഠിപ്പിച്ചതാരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാത്രമല്ല പ്രവാചകൻ പറയാണ്, നാലാമത് അവന് കിട്ടുന്ന നേട്ടം, പകലിൽ നോമ്പനുഷ്ഠിച്ച് രാത്രിയിൽ നമസ്കരിച്ച ഒരു മനുഷ്യന്റെ പ്രതിഫലം സൽസ്വഭാവത്തിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന. അതുകൊണ്ട് പിശാച് പല നിലക്കും ശ്രമിക്കും ഈ സൽസ്വഭാവത്തിൽ നിന്ന് തെറ്റിക്കാൻ. കാരണം മൽ ബിർറു യാ റസൂലുള്ളാഹ്, എന്താ നന്മ എന്ന് വെച്ചപ്പോൾ റസൂൽ പറഞ്ഞെന്താ അറിയോ? സൽസ്വഭാവം എന്നാണ് പഠിപ്പിച്ചത്. അത്രമേൽ ഗൗരവമുണ്ട്. പിശാച് തെറ്റിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചു കൊണ്ടിരിക്കും. എല്ലാ നിലക്കും അവന് കനഞ്ഞു പണിയെടുക്കും. അവൻ്റെ ചതിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തന്ന്, നിസ്സാരമാക്കി കാണിച്ചു തന്നിട്ടാണ് അവൻ നമ്മളെ വഴിതെറ്റിക്കുക. അതുകൊണ്ട് ആ ചതിയെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പറഞ്ഞു വന്നത്, പിശാച് നമ്മുടെ ആജന്മ ശത്രുവാണ്. അവൻ നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് ആ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിശാച് പല നിലക്കായിരിക്കും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ചതികളെ നമ്മൾ തിരിച്ചറിയണം എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഇബാദി എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടമാണ്. റബ്ബിന് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
മറിച്ച് റബ്ബ് ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഈമാനുള്ള ആളുകൾക്ക്, ഖൽബുള്ള മനുഷ്യർ മനസ്സിലാക്കി ചിന്തിച്ച് അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗം അള്ളാഹു പരിപൂർണമായും ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഇന്നലകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നാരുടെ മണ്ണിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യണ തമ്പുരാനെ. അള്ളാഹുവേ, അവരുടെ കൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരുടെയും കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണ റഹ്മാനെ. അള്ളാഹുവേ, ഹലാലിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, നാളെ പരലോകത്ത് മഹ്ശറ മൈതാനിയിൽ നിന്റെ ഇഷ്ടദാസന്മാരെ നിന്റെ അർശിൻ്റെ തണലിലേക്ക് നീ ചേർത്ത് നിർത്തുമ്പോൾ അതിലുൾപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറുഭാഗത്ത് നരകത്തിലേക്കും മാറ്റി നിർത്തുമ്പോൾ സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങളൊന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ, പള്ളിയുമായി ഖുർആനുമായി ഇണക്കപ്പെട്ട ഹൃദയങ്ങളുടെ ഉടമകളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നാട്ടിൽ ഒരുപാട് തിന്മകൾ, ഒരുപാട് അധാർമിക പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ ഹൃദയങ്ങൾ നീ ഈമാനിട്ട് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവിടെ സ്വാലിഹ്യങ്ങളാക്കി തീർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാടിനും വീടിനും ഉപകാരമുള്ള സ്വാലിഹ്യങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കേണ്ടവരാണ്. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഒരു സന്തോഷകരമായ ഒരവസ്ഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു അവരിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പരലോകത്ത് ഉപകാരമുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹു, മരിക്കുന്നതിൻ്റെ മുൻപേ കടബാധ്യതകളെല്ലാം തീർക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹു, എല്ലാ നിലക്കും ഹലാലായത് സമ്പാദിക്കാനും ചെലവഴിക്കാനും ഹലാലായത് കഴിക്കാനും ധരിക്കാനും ഉടുക്കാനും ഒക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم حاسبنا حسابا يسيرا اللهم حاسبنا حسابا يسيرا. اللهم إنا نسألك الجنة ونعوذ بك من عذاب القبر وعذاب النار. اللهم إنا نسألك الجنة ونعوذ بك من عذاب القبر وعذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.